Good morning. We will continue our discussion on special theory of relativity. Okay. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് വി ഡിസ്കസ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു എന്താ പറയുക ഒരു ബ്രേക്ക് ത്രൂ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഓക്കെ, ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് എന്തിനാ ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കലായിരുന്നു ഉദ്ദേശം. അതുപോലെ തന്നെ നമ്മുടെ ഗലീലിയൻ കൺസെപ്റ്റുകൾ പ്രകാരം ഓക്കെ, ഇഫ് വി ആർ മൂവിങ്, നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മെഷർമെൻറ്റ് സിസ്റ്റം, നമ്മളിരിക്കുന്ന ഒറിജിൻ, നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഓക്കെ, അപ്പോൾ നമ്മൾ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റിന് നേരെയാണ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കൂടണം. ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മീൻസ് ഡയറക്ഷൻ അനുസരിച്ച് ദർ വിൽ ബി എ ചേഞ്ച് ഇൻ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ നമ്മൾ മൂവ് ചെയ്യുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് ലൈറ്റിൻ്റെ വെലോസിറ്റി മാറണം. ഓക്കെ, പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. നമുക്ക് അവിടെ ഒരു നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻറ്റിൽ നമുക്കൊരു നെഗറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. ഓക്കെ, സോ അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി അത് വെച്ചിട്ട് നമ്മൾ എന്താ ഉദ്ദേശിച്ചാൽ ഒരു ഈതർ മീഡിയത്തിലാണ് ഈ ലൈറ്റ് വേവ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എർത്തിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇതൊക്കെയായിരുന്നു കൺസെപ്റ്റുകൾ. പക്ഷെ നമ്മളതിൽ ഫെയിലായി. ഓക്കെ, അപ്പോൾ ഏത് ഡയറക്ഷനിൽ നമ്മൾ ലൈറ്റിൻ്റെ വെലോസിറ്റി മെഷർ ചെയ്യുമ്പോഴും വി ഗോട്ട് എ ഫിക്സഡ് വാല്യൂ. ഒരു ഫിക്സഡ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. ദർ ഇസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി, ലൈറ്റിൻ്റെ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊരു ഫെയിലിയർ ആയിട്ടാണ് നമ്മൾ ആദ്യം എടുത്തത്. പിന്നെയാണ് അതൊരു ഫെയിലിയർ അല്ല എന്ന് നമുക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ വി വിൽ കണ്ടിന്യൂ അവർ ഡിസ്കഷൻ ഓൺ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റൈൻ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ ബേസിക്കലി അതിൽ 2 പോസ്റ്റുലേറ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ട്, അതെന്തായാലും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് വിൽ കൺസ്ട്രെയിൻ അവർ സെൽസ് ടു സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ റിലേറ്റിവിറ്റി എന്താ പറയുന്നത് വെച്ചാൽ അത് 2 പോസ്റ്റുലേറ്റിലാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് all the laws of physics are the same in all inertial reference frames. എല്ലാ ഇനേർഷ്യൽ റെഫറൻസ് ഫ്രെയിംസിലും ഈ ഫിസിക്സിലുള്ള ഒരു ലോസിനും മാറ്റം വരില്ല. ന്യൂട്ടൺസ് ലോ F=ma തന്നെ ആയിരിക്കും എല്ലാ ഇനേർഷ്യൽ ഫ്രെയിംസിലും. ഓക്കെ, അത് മാറാൻ പോകുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ആക്സിലറേഷൻ മാറാൻ പോകുന്നില്ല. ഏത് ഫ്രെയിമിലും മെഷർ ചെയ്താലും ആക്സിലറേഷൻ മാറാൻ പോകുന്നില്ല. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി. അല്ലെങ്കിൽ ആൾ ദ ലോസ് ഓഫ് ഫിസിക്സ് ആർ ദ സെയിം. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡെസിഗ്നേറ്റ് ആൻ ഇനേർഷ്യൽ ഫ്രെയിം ആസ് സ്റ്റേഷനറി ഓർ മൂവിങ് ബൈ കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് അത് സ്റ്റേഷനറി ആണോ മൂവിങ് ആണോ എന്ന് ഒരിക്കലും എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെൻ്റ് ചെയ്തത്. ഓക്കെ, so it is impossible to say that whether our frame of reference is moving or not. നമ്മളാണോ മൂവ് ചെയ്യുന്നത്, അതാണോ മറ്റവരാണോ മൂവ് ചെയ്യുന്നത്, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു റിലേറ്റീവ് മോഷൻ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റിവിറ്റി, ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. ദെൻ സെക്കൻഡ് പോസ്റ്റുലേറ്റ് പറയുന്നത് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഇപ്പം നമ്മൾ പഠിക്കുന്നതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. ദാറ്റ് ഈസ് സെയിം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. എല്ലാ ഫ്രെയിംസിലും അത് ഫ്രെയിം എത്ര സ്പീഡിൽ പോയാലും ലൈറ്റിൻ്റെ വെലോസിറ്റി മാറാൻ പോകുന്നില്ല. ലൈറ്റിൻ്റെ വെലോസിറ്റി 3 × 10⁸ തന്നെയാണ് ഇൻ വാക്വം. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്കിൾസൺ മോർലി എടുത്ത സമയത്തുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ ലൈറ്റ് പോകുന്ന അതേ ഡയറക്ഷനിൽ നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസും പോകുന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി കുറയും. ഇതായിരുന്നു ഒരു കൺസെപ്റ്റ്.
ബിക്കോസ് സി മൈനസ് വി, നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോൾ ലൈറ്റിൻ്റെ അതേ വെലോസിറ്റിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് സ്റ്റാറ്റിക് ആയ പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ലൈറ്റിൻ്റെ വെലോസിറ്റി 0 ആയിട്ട് നമുക്ക് മാറും. അതാണ് ഗലീലിയൻ കൺസെപ്റ്റ്. ഓക്കെ. ഐൻസ്റ്റൈൻ പറയുന്ന അതല്ല. ഐൻസ്റ്റൈൻ പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഈസ് കോൺസ്റ്റന്റ് സി, 3 × 10⁸ ആണ്, അത് മാറാൻ പോകുന്നില്ല. ഓക്കെ. സോ ദീസ് ടു പോസ്റ്റുലേറ്റ്സ് വർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്പേസ് ആൻഡ് ടൈം, നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത് അത് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ അബ്സല്യൂട്ട് ആണ്, അബ്സല്യൂട്ട് എൻറ്റിറ്റീസ് ഇൻ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. നമുക്ക് അറിയാവുന്ന മെക്കാനിക്സിൽ ഇത് അബ്സല്യൂട്ട് എൻറ്റിറ്റീസ് ആണ്. പക്ഷേ അത് ഐൻസ്റ്റൈൻസ് റിലേറ്റിവിറ്റി എത്തുമ്പോൾ ദീസ് ആർ നോട്ട് അബ്സല്യൂട്ട്സ്. നമ്മൾ നേരത്തെ ക്ലാസ്സിൽ തന്നെ പഠിച്ചു, എന്താ പറയുക, എ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗലീലിയൻ ഇൻവേരിയൻ്റ് എന്ന് പഠിച്ചു. നമ്മൾ 2 ഇനേർഷ്യൽ ഫ്രെയിം എടുത്തു, ഒരു ഫ്രെയിം ഫിക്സഡ്, ഒരു ഫ്രെയിം മൂവിങ്. ഞാൻ 2 ഫ്രെയിമിലും വെലോസിറ്റികൾ മാറാം. ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ഒരു ഫ്രെയിമിൽ സ്റ്റാറ്റിക് ആണെങ്കിൽ വേറെ ഫ്രെയിമിൽ അത് മൂവിങ് ആയിരിക്കാം. അത് ചിലപ്പം ഫ്രെയിമാണ് മൂവ് ചെയ്യുന്നത്, വെലോസിറ്റി മാറാം, പൊസിഷൻ മാറാം, പക്ഷേ ആക്സിലറേഷൻ മാറില്ല ഇനീഷ്യൽ ഫ്രെയിംസിൽ. അത് നമ്മൾ പഠിച്ചു. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ മീൻസ് നമ്മുടെ ഫ്രെയിംസ് ഓഫ് റെഫറൻസ് പറയുമ്പോൾ നമ്മളത് പഠിച്ചു. ഓക്കെ. പക്ഷേ പൊസിഷൻ മാറുമെങ്കിലും ചേഞ്ച് ഇൻ പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ദാറ്റ് ഈസ് കോൺസ്റ്റൻറ്റ്. അത് 2 ഫ്രെയിമിൽ മെഷർ ചെയ്താലും ചേഞ്ച് ഇൻ പൊസിഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരുന്നു, അല്ലെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരുന്നു, അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ. ഓക്കെ. ടൈം ഇൻ്റർവെല്ല് അത് ഫിക്സഡ് ആണ്, ഏത് ഫ്രെയിം എടുത്താലും ഫിക്സഡ് ആയിരുന്നു. അതാണ് നമ്മുടെ ക്ലാസിക്കൽ കൺസെപ്റ്റ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് എന്ന് പറയും. നേരെ മറിച്ച് അത് ഐൻസ്റ്റീൻസ് കൺസെപ്റ്റിലെത്തുമ്പോൾ ഇതെല്ലാം മാറും. ഒരു ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ലെങ്ത് ആയിരിക്കില്ല വേറൊരു ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ലെങ്ത്. ഒരു ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ടൈം ആയിരിക്കില്ല വേറൊരു ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ടൈം. ഓക്കെ, ദാറ്റ് വേരീസ്. ഓക്കെ. ഇനി അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ 2 ഫ്രെയിം എടുക്കുകയാണെങ്കിൽ, ഒന്ന് മൂവിങ് ഫ്രെയിമും ഒന്ന് സ്റ്റാറ്റിക് ഫ്രെയിമും. ഒന്നിനെ ബേസിക്കലി നോൺ മൂവിങ്ങിനെ നമ്മൾ എസ് എന്ന് വിളിക്കും, എസ് ഫ്രെയിം. മറ്റേതിനെ മൂവിങ് ഫ്രെയിമിനെ നമ്മൾ എസ് പ്രൈം ഫ്രെയിം എന്ന് വിളിക്കും. അതൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു, ഫ്രെയിംസ് ഓഫ് റെഫറൻസ് പറയുമ്പോൾ പഠിച്ചു. ഇനി ഇതിൽ മൂവ് ചെയ്യാത്ത എസ് ഫ്രെയിമിലുള്ള പൊസിഷൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ, എക്സ് വൈ സെഡ് ആണെന്നുണ്ടെങ്കിൽ, മറ്റേതിലാണെങ്കിൽ എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ആണ്. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ ആദ്യം പഠിച്ച ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞു, അത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ദാറ്റ് ഈസ് ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സ് അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണ്. നമ്മുടെ റിലേറ്റിവിറ്റി മെക്കാനിക്സ് വരുമ്പോൾ ഈ 2 ഫ്രെയിമിലും ഉള്ള മെഷർമെൻറ്റ്സിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസിന് അതിന് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 ഫ്രെയിം വരച്ചിട്ടുണ്ട്. ഒരു ഫ്രെയിം എസ്, ഓക്കെ, എസ് എന്ന് പറയുന്നൊരു ഫ്രെയിമും അടുത്തത് എസ് പ്രൈം എന്ന് പറയുന്നൊരു ഫ്രെയിമും. ഓക്കെ. ആ റെഡ് ലൈനിൽ വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റമാണ്, എൻ്റെ കോർഡിനേറ്റ് സിസ്റ്റമാണ്. ഓക്കെ. അപ്പോൾ അതിൽ എസിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒ, എസ് പ്രൈമിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒ പ്രൈം. ഓക്കെ. ഇപ്പോൾ ഇത് ഇനീഷ്യലി എൻ്റെ ടൈം 0 ആവുന്ന സമയത്ത് ഇത് രണ്ടിൻ്റെയും ഒ എന്ന് പറയുന്നു ഒ പ്രൈം എന്ന് പറയുന്നു ഒരേ സ്ഥലത്തായിരുന്നു. ഓക്കെ. അതിൽ ഒരു ഫ്രെയിം സ്റ്റാറ്റിക് ആണ്. ഞാൻ എസ് ഫ്രെയിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറ്റ് റെസ്റ്റിലിരിക്കുകയാണ്. എസ് പ്രൈം എന്ന് പറയുന്നത് മൂവിങ് ആണ്, മൂവിങ് വിത്ത് എ വെലോസിറ്റി വി, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ടി സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒ പ്രൈം എന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ വെലോസിറ്റി. ഈ വെലോസിറ്റി വി എന്ന് പറയുന്നത് ഓൺലി ഇൻ എക്സ് ഡയറക്ഷൻ. ഓക്കെ. അപ്പോൾ എക്സ് ഡയറക്ഷനിലാണ് വെലോസിറ്റി ഉള്ളത്. അപ്പോൾ ടി സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എസ് പ്രൈം ഫ്രെയിം എത്ര മൂവ് ചെയ്തിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ടി, വെലോസിറ്റി ഇൻറ്റു ടൈം, അത്രയും ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ടാവും.
ഓക്കെ, എന്നിട്ട് ഈ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ഫിഗർ വരച്ചിരിക്കുന്ന ആ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, സമയത്തിനനുസരിച്ച് ഈ സമയം കൂടുന്നതിനനുസരിച്ച് എസ് പ്രൈം ഫ്രെയിം അങ്ങനെ കൂടുതൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്. ഇതാണ് ഇപ്പോൾ 2 ഫ്രെയിമുകളുണ്ട്, ഒന്ന് സ്റ്റാറ്റിക് ആണ്, ഒന്ന് മൂവിങ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഈ റിലേറ്റിവിറ്റി എത്തുമ്പോൾ നേരത്തെ നമ്മൾ എന്താ ചെയ്തിരുന്നു വെച്ചാൽ, ഇപ്പോൾ ഒരു പോയിന്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എക്സ് വൈ സെഡ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മളൊരു പോയിന്റ് അല്ല ഒരു ഇവന്റ് എന്ന് പറയാം. ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കോർഡിനേറ്റ് എക്സ് വൈ സെഡ്, ദെൻ വിത്ത് ടൈം. 4ാമത്തെ കോർഡിനേറ്റ് ആയിട്ട് നമ്മൾ അതിൽ ടൈമിനെയും കൂടി ആഡ് ചെയ്യും. സോ ബേസിക്കലി ഇതിനെ നമ്മൾ ഇവന്റ് എന്നാണ് പറയുക, ഓരോ ഇവന്റ്സ്. ഓക്കെ, അപ്പോൾ 2 ഫ്രെയിം ഉണ്ട്. 2 ഫ്രെയിമിൽ ഒരു ടൈമിൽ ഒരു ഇവന്റ് പി എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ ഒരു ഇവന്റ് നടന്നു. ഓക്കെ, അപ്പോൾ ആ ഇവന്റിനെ എനിക്ക് 2 കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പിയിലുള്ള ഒരു ഇവന്റിനെ ഞാൻ എസ് ഫ്രെയിം വെച്ചിട്ട് ഞാൻ മെഷർ ചെയ്യുന്ന അതിൻ്റെ ഇവന്റിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു, എക്സ് വൈ സെഡ് ടി. ഓക്കെ, പ്രൈം ഇല്ലാത്ത കോർഡിനേറ്റ്സ്, പ്ലെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി എസ് പ്രൈം ഫ്രെയിമിൽ വെച്ച് മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസുകളൊക്കെ മാറാം. അപ്പോൾ അവരുടെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ടി പ്രൈം, ഇതായിരിക്കും കോർഡിനേറ്റ്സ്. ഓക്കെ, കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അപ്പോൾ ഈ ഒറിജിൻ നിന്ന് ഓന്ന് ഈ ഇതുവരെയുള്ള എക്സ് ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് പറയുക, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസോ ഈ നേരെ അങ്ങനെ വരച്ച് ഇവിടുന്ന് നേരെ എത്ര ഹൈറ്റ് ഉണ്ടോ അതാണ് വൈ. സെഡ് ആണെങ്കിൽ 3ാമത്തെ ഡയറക്ഷനിൽ എത്രയാണ് കോർഡിനേറ്റ് വെച്ചാൽ അതാണ് സെഡ്. ദെൻ ടി എന്ന് പറയുന്നത് അതിൻ്റെ ടൈം. ഓക്കെ, ഇനി എക്സ് പ്രൈം എന്ന് പറയുന്നത് ഈ ഓ പ്രൈം മുതൽ ഇതുവരെയുള്ള ദൂരമാണ് എക്സ് പ്രൈം. ഓക്കെ, പ്രൈം കോർഡിനേറ്റിലുള്ള എസ് പ്രൈം ഫ്രെയിമിലുള്ള കോർഡിനേറ്റ്സ് ആണ് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ടി പ്രൈം. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എസിൻ്റെ വെലോസിറ്റി, എസ് പ്രൈമിൻ്റെ വെലോസിറ്റി, 2ാമത്തെ ഫ്രെയിം മൂവ് ചെയ്യുന്ന വെലോസിറ്റി വീലാണ്. ദാറ്റ് ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ അതിൽ എക്സ് കോർഡിനേറ്റ് മാറാം, വൈ കോർഡിനേറ്റ് സെഡ് കോർഡിനേറ്റ് മാറില്ല. ബിക്കോസ് അതിൻ്റെ ഇതിലൊന്നും മോഷൻ ഇല്ല. അതുകൊണ്ട് വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും ഒന്നും മാറാൻ പോകുന്നില്ല. ടി പ്രൈം ടൈം മാറാം. അതാണ് റിലേറ്റിവിറ്റിയുടെ കൺസെപ്റ്റ്. ഒരു ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ടൈം ആയിരിക്കില്ല വേറൊരു ഫ്രെയിമിൽ മെഷർ ചെയ്യുന്ന ടൈം. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. തൽക്കാലം അസ്യൂം ദാറ്റ് ചേഞ്ചിങ്. ഓക്കെ, തൽക്കാലം അത്രയും മനസ്സിലാക്കുക. നൗ നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, ഈ 2 കോർഡിനേറ്റ് സിസ്റ്റം കണക്ട് ചെയ്യുന്ന ഇക്വേഷനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ഉണ്ടാക്കണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കാൾഡ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ആദ്യം അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് ഈ എക്സ് പ്രൈം കോർഡിനേറ്റിനെയും എക്സ് അല്ലെങ്കിൽ മറ്റേ പ്രൈം ഇല്ലാത്ത കോർഡിനേറ്റിനെയും കൂടി കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഓക്കെ, വി ടി ഡിസ്റ്റൻസ് ആവും മൂവ് ചെയ്തിട്ടുണ്ടാവുക. സോ എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി. ഓക്കെ, ഈ ടോട്ടൽ എക്സ് നിന്ന് ഈ വി ടി കുറച്ച് കഴിഞ്ഞാൽ എക്സ് പ്രൈം കിട്ടും. അതായിരുന്നു നമ്മുടെ ഏത് കൺസെപ്റ്റ്, ഗലീലിയൻ കൺസെപ്റ്റ്. ഞാൻ അവിടെ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ഒരു ഫാക്ടർ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഐ മൾട്ടിപ്ലൈഡ് വിത്ത് എ ഫാക്ടർ കെ. സോ എക്സ് പ്രൈം ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് മൈനസ് വി ടി, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദെൻ വൈ പ്രൈം ഈക്വൽ ടു വൈ, കാരണം എക്സിൻ്റെ ഡയറക്ഷനിൽ മാത്രമേ മോഷൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വൈ മാറാൻ പോകുന്നില്ല. സെഡ് പ്രൈം ഈക്വൽ ടു സെഡ്, അത് മാറാൻ പോകുന്നില്ല. ഓക്കെ, ഇനി ഇതാണ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു കെ ഉണ്ടാക്കി. കെ അതിലെ കെ എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനെ ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്ര ഞാൻ ചെയ്തുള്ളൂ. ഓക്കെ, ഇനി തിരിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിലോ, അതായത് മറ്റേ ഫ്രെയിമിൽ നിന്ന് എസ് പ്രൈം ഫ്രെയിമിൽ നിന്ന് എസിലേക്കുള്ള അതിനെ നമ്മൾ എന്താ പറയുക, ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയും.
ഓക്കെ, തിരിച്ചുള്ള ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അതും നമ്മൾ ഗലീലിയൻ്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് ചോദിച്ചാൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ നേരെ തിരിയും. ഓക്കെ, അപ്പോൾ ഇതേ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സോ എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്രൈം പ്ലസ് വി ടി പ്രൈം. പ്രൈം കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ നമുക്ക് അൺപ്രൈം കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ഓക്കെ, കാരണം ആരാണ് മൂവ് ചെയ്യുന്നത്? എസ് പ്രൈം അങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതോ എസ് ഇങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഓക്കെ, വി ഡോണ്ട് നോ റിയലി. ഓക്കെ, ഏതാണ് മൂവ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തിരിച്ചുള്ള ട്രാൻസ്ഫോർമേഷനും പോസിബിൾ ആണ്, ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ. സോ അതിന് നമുക്ക് എന്തെഴുതാൻ പറ്റും? വെലോസിറ്റിയുടെ ഡയറക്ഷൻ തിരിച്ചാൽ മതി, നമുക്ക് ഈ ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2 ഈ ഫോമിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമ്മൾ ഈ ടി പ്രൈം കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ 2ൽ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം രണ്ട് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനും വാലിഡ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും, ഈ ഫ്രെയിമിൽ നിന്ന് ആ ഫ്രെയിമിലുള്ള കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഫ്രെയിം അറിയാമെങ്കിൽ ഈ ഫ്രെയിമിലെ കോർഡിനേറ്റും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു ഇക്വേഷൻ 2ൽ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എക്സ് പ്രൈമിന് പകരം ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എക്സ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് പ്രൈമിന് പകരം കെ ഇൻറ്റു എക്സ് മൈനസ് വി ടി പ്ലസ് വി ടി പ്രൈം. ഓക്കെ, അപ്പോൾ അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കെ ഒക്കെ എടുത്ത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു കെ സ്ക്വയർ എക്സ് മൈനസ് കെ സ്ക്വയർ വി ടി പ്ലസ് കെ വി ടി പ്രൈം കിട്ടും. ഓക്കെ, അപ്പോൾ അതിലെനിക്ക് ടി പ്രൈം കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കെ വി ടി പ്രൈം മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ് മൈനസ് കെ സ്ക്വയർ എക്സ് വരും പ്ലസ് കെ സ്ക്വയർ വി ടി വരും. ഓക്കെ, അല്ലെങ്കിൽ ടി പ്രൈം ഈക്വൽ ഈ കെ വിനെ അങ്ങോട്ട് എടുത്താൽ മതി, കെ വിനെ ഡിനോമിനേറ്റർ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് എക്സിന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും. സോ എക്സ് ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കെ വി പ്ലസ് കെ സ്ക്വയർ വി ടി ബൈ കെ വി ഉണ്ടാവും. അപ്പോൾ കെ സ്ക്വയർ വി ടി ബൈ കെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കെ ടി ആയിട്ട് മാറും. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. സോ ടി പ്രൈം ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് ടി, ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതായത് പ്രൈം കോർഡിനേറ്റ്, അതിന് ടൈമിൻ്റെ പ്രൈം കോർഡിനേറ്റ് ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് ടി, അത് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, മൈൻഡിൽ വയ്ക്കുക. നൗ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് കെ. കെ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ കൺസെപ്റ്റാണ് എടുക്കുന്നത്. സപ്പോസ് എന്താ പറയുക, എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു ടി സെക്കൻഡിൽ ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യണം. ടി സെക്കൻഡിന് ഒരു ലൈറ്റ് ഫ്ലാഷ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? വെലോസിറ്റി ഇൻറ്റു ടൈം. ലൈറ്റ് ആണ്, അപ്പോൾ ലൈറ്റിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, അപ്പം ഞാൻ എസ് ഫ്രെയിമിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ് ഫ്രെയിമിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ വെലോസിറ്റി, അവിടുത്തെ വെലോസിറ്റി സി ആണ്, ലൈറ്റിൻ്റെ വെലോസിറ്റി, അവിടുത്തെ ടൈം ടി ആണ്. കാരണം നമ്മുടെ എന്താ പറയുക എസ് ഫ്രെയിമിലാണ്, മൂവ് ചെയ്യാത്ത ഫ്രെയിമിലാണ്. സോ ദിസ് ഇസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദാറ്റ് ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി നേരെ മറിച്ച് അത് എസ് പ്രൈം ഫ്രെയിമിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് പ്രൈം ഗിവൺ ബൈ അവിടുത്തെ വെലോസിറ്റി ഇൻറ്റു അവിടുത്തെ ടൈം. ഓക്കെ, അപ്പോൾ അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഐൻസ്റ്റീൻസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് പ്രകാരം ലൈറ്റിൻ്റെ വെലോസിറ്റി ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പം ഞാൻ അവിടെ സി പ്രൈം എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല, സി എന്ന് മാത്രം എഴുതിയാൽ മതി, വെലോസിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, ഇൻറ്റു അവിടുത്തെ ടൈം ടി പ്രൈം. ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് എക്സ് പ്രൈമിൻ്റെ എക്സ്പ്രഷനും ടി പ്രൈമിൻ്റെ എക്സ്പ്രഷനും നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. എക്സ് പ്രൈം കെ ഇൻറ്റു എക്സ് മൈനസ് വി ടി, ടി പ്രൈം എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 3. ഇങ്ങനൊരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഇക്വേഷൻ നമ്പർ 5ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ ഇൻറ്റു എക്സ് മൈനസ് വി ടി എക്സ് പ്രൈമിൻ്റെ എക്സ്പ്രഷനാണ് ഈക്വൽ ടു സി ഇൻറ്റു ടി പ്രൈമിൻ്റെ എക്സ്പ്രഷൻ ആ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടുണ്ട് എക്സ് ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ബൈ കെ വി പ്ലസ് കെ ടി. ഓക്കെ, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. കെ എക്സ് മൈനസ് കെ വി ടി ഈക്വൽ ടു എക്സ് ഇൻറ്റു സി, സി ഉള്ളിലേക്ക് എടുത്തു, ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ബൈ കെ വി പ്ലസ് സി ഉള്ളിലേക്ക് എടുത്തത് കാരണം സി കെ ടി വരും. ഓക്കെ, ഞാൻ ഈ ഇക്വേഷൻ മൊത്തം ഒരു കെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഡിനോമിനേറ്റർ കളയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കെ സ്ക്വയർ വി എക്സ് ആയി മൈനസ് കെ സ്ക്വയർ വി സ്ക്വയർ ടി ആയി ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ ഡിനോമിനേറ്ററിലെ കെ പോയി. ഓക്കെ, രണ്ടും കട്ട് ചെയ്ത് പോവും. സോ എക്സ് സി ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ പ്ലസ് ഇവിടെ കെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ കെ സ്ക്വയർ സി വി ടി വരും. ഓക്കെ, ഇനി ഇതിൽ എക്സിൻ്റെ ടേമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, ടിയുടെ ടേമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, എക്സ് കോർഡിനേറ്റഡ് ടേം ഒരു സൈഡിലേക്കും ടൈമിൻ്റെ ടേം ഒരു സൈഡിലേക്കും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ എക്സ് ഇൻറ്റു കെ സ്ക്വയർ വി മൈനസ് സി ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ, എക്സിൻ്റെ ടേമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് റീഅറേഞ്ച് ചെയ്തു, ഈക്വൽ ടു കെ സ്ക്വയർ സി വി പ്ലസ് കെ സ്ക്വയർ വി ഇൻറ്റു ടി, ടൈമിൻ്റെ ടേമൊക്കെ ഒരു സൈഡിലേക്കും കൊടുന്നു. ഇക്വേഷൻ നമ്പർ 6 എന്ന് വിളിച്ചു, എക്സും ടിയും. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ 6നെ ഇക്വേഷൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇക്വേഷൻ 4 എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു സി ടി, ഇതാണ് ഇക്വേഷൻ 4. അപ്പം അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സും എക്സും പോയി ലെഫ്റ്റിൽ, റൈറ്റിലാണെങ്കിൽ ടിയും ടിയും പോയിട്ട് ബാക്കി ഒരു സി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്പ്രഷൻ ഇങ്ങനെ വരും, കെ സ്ക്വയർ വി മൈനസ് സി ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ സി വി പ്ലസ് കെ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി. ടിയും പോയി എക്സും പോയി. ഓക്കെ, അപ്പോൾ ഇതിനെ ഒരു സി കൊണ്ട് മൊത്തം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ സ്ക്വയർ സി വി മൈനസ് സി സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ സി വി പ്ലസ് കെ സ്ക്വയർ വി വരും. അതിൽ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും നോക്കിയാൽ ഒരേ ടേം ഉണ്ട്, കെ സ്ക്വയർ സി വി, അത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ബാക്കി എന്ത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ സി സ്ക്വയർ കെ സ്ക്വയർ മൈനസ് സി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ വി സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതിൽ കെയുടെ ടേം, കെ സ്ക്വയറിൻ്റെ ടേമൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സി സ്ക്വയറിനെ ആർ എച്ച് എസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ വെറും സി സ്ക്വയർ ആയിട്ട് മാറും. അല്ലെങ്കിൽ കെ സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ ഇതിലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്രഷൻ ആയിട്ട് എഴുതാൻ പറ്റും, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി സ്ക്വയർ ബൈ വി സ്ക്വയർ, സോറി തെറ്റിപ്പോയി, വി സ്ക്വയർ ബൈ സി സ്ക്വയർ. തെറ്റാണ്, വി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഓക്കെ, ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, ശരി. ഓക്കെ, അല്ലെങ്കിൽ കെ സ്ക്വയറിൻ്റെ വാല്യൂ ആണ് ഈ കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കെ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ നമുക്ക് കെയുടെ വാല്യൂ കിട്ടി. ഓക്കെ, നമ്മൾ എടുത്തത് ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഒരു കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ആയി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിൽ ആ കെയുടെ വാല്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ എക്സ്പ്രഷൻ നമ്പർ 7. ഇനി ഈ എക്സ്പ്രഷൻ കെയുടെ എക്സ്പ്രഷൻ നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, അതായത് എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ടി പ്രൈം 4 കോർഡിനേറ്റ് ആണ്, അതിൻ്റെ എക്സ്പ്രഷൻസിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഇൻറ്റു കെ എന്നാണ്, അല്ലെങ്കിൽ കെയുടെ വാല്യൂ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ എക്സ് പ്രൈം എന്ത് കിട്ടി? എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 8.
വൈ പ്രൈം ഈക്വൽ ടു വൈ, അതിൽ ചേഞ്ച് ഒന്നുമില്ല, കാരണം എക്സിൻ്റെ ഡയറക്ഷനിലാണ് നമ്മൾ വെലോസിറ്റി എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് വൈ പ്രൈം മാറാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സെഡ് പ്രൈമും മാറാൻ പോകുന്നില്ല. സെഡ് പ്രൈം ഈക്വൽ ടു സെഡ്. ഇക്വേഷൻ 9, 10. ദെൻ ടി പ്രൈം ഈക്വൽ ടു ടി പ്രൈമിൻ്റെ എക്സ്പ്രഷനിൽ നമ്മൾ ഈ കെയുടെ വാല്യൂ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും എക്സ് ഇൻറ്റു 1 മൈനസ് കെ സ്ക്വയർ ആയിരുന്നു, അപ്പോൾ 1 മൈനസ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ടി ഡിവൈഡഡ് ബൈ കെ ടി ആയിരുന്നു, അപ്പോൾ ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ വരും. ഓക്കെ, അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു എൽ സി എം ഒക്കെ എടുത്തിട്ട് മാറ്റുക, 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഇൻറ്റു താഴത്തെ ഡിനോമിനേറ്റർ അങ്ങനെ വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഒരു എക്സ്പ്രഷനിൽ കിട്ടും, മൈനസ് എക്സ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ വി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ടി ഡിവൈഡഡ് ബൈ റൂട്ട്, ഈ ഇങ്ങനെ എക്സ്പ്രഷൻ. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ടി പ്രൈം ഈക്വൽ ടു ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് എക്സ് വി സ്ക്വയറും ഇവിടുത്തെ ഒരു വി ക്യാൻസൽ ചെയ്ത് പോയി, എക്സ് വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ടി പ്രൈം ഈക്വൽ ടു ടി മൈനസ് എക്സ് വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ടി പ്രൈമിൻ്റെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് ടി. ഇക്വേഷൻ നമ്പർ 11. സോ ബേസിക്കലി അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. ഈ റിലേറ്റിവിറ്റിയിൽ മൂവിങ് ഫ്രെയിമും നോൺ മൂവിങ് ഫ്രെയിമും അല്ലെങ്കിൽ രണ്ട് ഫ്രെയിമുകൾ വിച്ച് ആർ അതിനൊരു വെലോസിറ്റി ഡിഫറൻസ് വി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അതിൽ കോർഡിനേറ്റ്സിനെ കണക്ട് ചെയ്യുന്ന റിലേഷൻ, അതാണ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ്. അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതാണ്. സോ ദാറ്റ് ഈസ് എക്സ് പ്രൈം ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. വൈ പ്രൈം ഈക്വൽ ടു വൈ, വൈയിൽ മാറ്റം വരാൻ പോകുന്നില്ല. സെഡ് പ്രൈം ഈക്വൽ ടു സെഡ്, സെഡിലും മാറ്റം വരാൻ പോകുന്നില്ല. ടി പ്രൈം ഈക്വൽ ടു ടി മൈനസ് എക്സ് വി ബൈ സി സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ 4 ഇക്വേഷൻ, കാരണം ഇപ്പോൾ കോർഡിനേറ്റ്സ് 3 അല്ല 4 എക്സ് വൈ സെഡ് ടി, ആ 4 കോർഡിനേറ്റ്സും പഴയ കോർഡിനേറ്റും പുതിയ കോർഡിനേറ്റ്, അല്ലെങ്കിൽ ഒരു ഫ്രെയിമിലുള്ള കോർഡിനേറ്റ് മറ്റേ ഫ്രെയിമിലുള്ള കോർഡിനേറ്റ്, അത് രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ, ദാറ്റ് ഈസ് ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ, അത് നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഈ 4 ആ ഇക്വേഷൻസ്. ഓക്കെ, ഇനി ഇതിന് നേരെ തിരിച്ച്, ഇപ്പം നമുക്ക് പ്രൈം കോർഡിനേറ്റ്സ് അൺപ്രൈം കോർഡിനേറ്റ്സിൻ്റെ ടേംസിലാണ് നമുക്ക് കിട്ടിയത്. ഇനി നേരെ തിരിച്ചും പറയാൻ പറ്റും, അൺപ്രൈം കോർഡിനേറ്റ്സിന് പ്രൈം കോർഡിനേറ്റ്സിൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. അതിനെയാണ് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് എന്ന് പറയുക. അപ്പോൾ ഇൻവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതേ എക്സ്പ്രഷനിൽ തന്നെ പ്രൈം ഉള്ളിടത്ത് അൺപ്രൈം കൊടുക്കുക, അൺപ്രൈം ഉള്ളിടത്ത് പ്രൈം കൊടുക്കുക. ഇനി നേരെ തിരിച്ച് വി ഉള്ളിടത്ത് മൈനസ് വി കൊടുത്താൽ മതിയാവും. ഓക്കെ, വിക്ക് പകരം മൈനസ് വി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു എക്സ് പ്രൈം പ്ലസ് വി ടി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇവിടെ ഈ മൈനസ് വിക്ക് പകരം പ്ലസ് വി ആക്കി, എന്താ പറയുക, എക്സ് ഉള്ളവർക്ക് എക്സ് പ്രൈം ആക്കി, ടി ഉള്ളവർക്ക് ടി പ്രൈം ആക്കി. ഇത്ര ഞാൻ ചെയ്തുള്ളൂ. ദെൻ വൈ ഈക്വൽ ടു വൈ പ്രൈം, സെഡ് ഈക്വൽ ടു സെഡ് പ്രൈം, ടി ഈക്വൽ ടു ടി പ്രൈം പ്ലസ് എക്സ് പ്രൈം വി divided by c square divided by root of 1 minus v square by c square. These are the inverse transformation equations. Okay, അപ്പോൾ ഇതിൽ രണ്ടിലും നമ്മൾ എന്താ പറയുക, കോർഡിനേറ്റ്സിൻ്റെ എങ്ങനെ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് മറ്റേ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറ്റും, അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം.
അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് വാട്ട് സ്പീഡ് v will the Galilean and Lorentz expressions for x differ by 10%. ഓക്കെ, അപ്പോൾ ഗലീലിയൻ എന്ന് പറയുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്, ലോറൻസ് എന്ന് പറയുന്നത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ് ആണ്. അപ്പോൾ അതിൽ രണ്ടിലും എക്സിൻ്റെ എക്സ്പ്രഷൻ, ഓക്കെ, അത് തമ്മിലുള്ള ഡിഫറൻസ് 10% ആവാൻ എത്ര വെലോസിറ്റി വരണം? ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻസ് അറിയാം. ഗലീലിയൻ്റെ കേസിന് ഞാൻ അതിനെ സഫിക്സ് ജി എന്ന് വിളിച്ചു. സോ എക്സ് പ്രൈം ജി ഈക്വൽ ടു എക്സ് മൈനസ് വി ടി നമുക്കറിയാം, ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ. ലോറൻസ് ആണെങ്കിൽ അതിനൊരു കെ ഫാക്ടർ കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്തു. കെ എന്ന് പറയുന്നത് 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതാണ് താഴെ എഴുതിയിരിക്കുന്നത് ലോറൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വി ടി ഡിവൈഡഡ് ബൈ √1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും തമ്മിൽ 10% ഡിഫറൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എൽ മൈനസ് എക്സ് ജി ബൈ എക്സ് പ്രൈം എൽ മൈനസ് എക്സ് പ്രൈം ജി ഡിവൈഡഡ് ബൈ എക്സ് പ്രൈം ജി. ഞാൻ ഇവിടെ പ്രൈം ഇടാൻ മറന്നിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10%. 10% എന്ന് പറഞ്ഞാൽ 0.1. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് രണ്ടിൻ്റെ ഫോർമുല ഉണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എക്സ് പ്രൈം എല്ലിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എക്സ് മൈനസ് വി ടി ഡിവൈഡ് ബൈ √1 മൈനസ് സി സ്ക്വയർ വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് ഗലീലിയൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വി ടി മാത്രം ഡിവൈഡഡ് ബൈ ഗലീലിയൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വി ടി. ഓക്കെ, അപ്പോൾ എക്സ് മൈനസ് വി ടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ √1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് 1 വരും. ഇത് 10% ആണെന്നാണ് പറഞ്ഞത്. ഇത് 10% ആണെന്ന് പറഞ്ഞത് ദിസ് ഈക്വൽ ടു 0.1. 10% 10/100 എന്ന് പറഞ്ഞാൽ 0.1. ഓക്കെ, സോ അപ്പം എന്ത് എഴുതാൻ പറ്റും? 0.1 ഈക്വൽ ടു 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് 1. ഈ മൈനസ് 1നെ അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ +1 ആവും. അപ്പോൾ 1.1 ആവും. 0.1ഉം 1ഉം 1.1. സോ 1/√1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1.1. ഒന്ന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ റൂട്ട് പോയി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1.1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1.21. ഓക്കെ, ഇനി അതിനെ നേരെ ഇൻവേർട്ട് ചെയ്യുക. സോ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 1.21. അവിടുന്ന് നമുക്ക് വി സ്ക്വയർ ബൈ സി സ്ക്വയർ കണ്ടുപിടിക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.17355. അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ വി ബൈ സി കണ്ടുപിടിക്കാം. So that is equal to 0.4167 or V equal to 0.4167 C. അപ്പോൾ നമ്മുടെ ലൈറ്റ് വെലോസിറ്റിയുടെ ഏകദേശം പകുതി പറഞ്ഞാൽ 0.5 വരണം, പകുതി ഇല്ല. ഓക്കെ, ഒരു 41%. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് വെലോസിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സിക്ക് വരും 3 into 10⁻8 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോ വെലോസിറ്റി V ഈക്വൽ ടു 1.28 into 10⁻8 മീറ്റർ പെർ സെക്കൻഡ്. ഈ വെലോസിറ്റിയിലാണ് ഈ ഫ്രെയിമുകൾ തമ്മിലുള്ള വെലോസിറ്റി ഡിഫറൻസ് എങ്കിൽ ഈ രണ്ട് മെഷർമെൻറ്റും, രണ്ട് ഫ്രെയിം ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനും ലോറൻസ് ട്രാൻസ്ഫോർമേഷനും തമ്മിൽ എക്സിൻ്റെ എക്സ്പ്രഷനിൽ 10% ഡിഫറൻസ് ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ മീനിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ പോസ്റ്റ്ലേറ്റ്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് മൂവിങ് ഫ്രെയിമും എന്താ പറയുക സ്റ്റാറ്റിക് ഫ്രെയിമും, ഇനി ഏതാ മൂവിങ് എന്ന് നമുക്കറിയില്ല, എന്നാലും ഒരു ഫ്രെയിമിൽ നിന്ന് വേറൊരു ഫ്രെയിമിലേക്ക് അത് രണ്ടും തമ്മിലുള്ള വെലോസിറ്റി അറിയാമെങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ് ട്രാൻസ്ഫോർമേഷൻ, ഒരു കോർഡിനേറ്റ് അറിയാമെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഫ്രെയിമിലെ കോർഡിനേറ്റ്സ് അറിയാമെങ്കിൽ മറ്റേ ഫ്രെയിമിലെ കോർഡിനേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് പറയുന്നത്. അപ്പോൾ അത് ഇവിടുത്തെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ റിലേറ്റിവിറ്റിയുടെ ടേമിൽ വരുമ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷനാണ്. റിലേറ്റിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസ് പഠിച്ചു, ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻസും ഡിറൈവ് ചെയ്തു. സോ ദാറ്റ്സ് വാട്ട് വി ഡിഡ് ഇൻ ദിസ് ക്ലാസ്.
ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേറ്റിവിറ്റി എപ്പോഴാണ് വാലിഡ് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി വെലോസിറ്റി ഈസ് കമ്പയറബിൾ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്. അത്രയും ഹൈ വെലോസിറ്റി ആവുമ്പോൾ മാത്രമേ റിലേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കയറി വരുള്ളൂ. ഇല്ലെങ്കിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഭയങ്കര ധാരാളമാണ്. നമ്മുടെ സാധാരണ നമ്മുടെ എർത്തിലുള്ള മോഷൻസൊക്കെ വളരെ ലോ വെലോസിറ്റിയിലുള്ള മോഷൻസാണ്. അപ്പോൾ അങ്ങനത്തെ മോഷൻസൊക്കെ പഠിക്കാൻ നമ്മൾ റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് തന്നെ ധാരാളമാണ്, അല്ലെങ്കിൽ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ തന്നെ ധാരാളമാണ്. പക്ഷെ നേരെ മറിച്ച് വെലോസിറ്റി കൂടി വരുമ്പോൾ ഈ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷനിൽ എറർ കയറി വരും. ഓക്കെ, അപ്പോൾ ഗലീലിയൻ ട്രാൻസ്ഫോർമേഷൻ വാലിഡ് ആവില്ല. സോ യു ഹാവ് ടു ഗോ ഫോർ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ. അതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ കൂടെ നമ്മൾ നോക്കിയത്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി കൂടി വരുമ്പോൾ കാരണം ഒരു 1ന് മേലേക്ക് എത്തിയാൽ തന്നെ 10% എറർ കയറി വരുന്നുണ്ട്. 1 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയി തന്നെ നമുക്ക് 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി എത്തിയാൽ തന്നെ അത് എന്താ പറയുക, ലൈറ്റ് വെലോസിറ്റിയുടെ പകുതി പോലും ഇല്ല. ഓക്കെ, പക്ഷെ ആ വെലോസിറ്റി എത്തിയപ്പോൾ തന്നെ നമുക്ക് 10% എറർ വന്നു. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ റിലേറ്റിവിറ്റിയുടെ എന്താ പറയുക ഇമ്പോർട്ടൻസ്. ഓക്കെ, then remaining we'll discuss in the next class. Okay, thank you.